മറ്റൊന്ന് ഗസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഗസയിലെ പുതിയ ഭരണസമിതി, അന്താരാഷ്ട്ര ഭരണസമിതി, ബോർഡ് ഓഫ് പീസ് എന്നാണ് അതിന് ട്രംപ് വിളിക്കുന്നത്. ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ ഏറ്റവും നിർണായകമായ ഒരു ഇനമാണ് ഇത്. അതായത് ഗസയിൽ ഹമാസിന് പകരം പുതിയൊരു ഭരണക്രമം, അതാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ ഈ മാസം അവസാനത്തോടു കൂടി പ്രഖ്യാപിക്കും എന്നുള്ള വാർത്തകൾ വരുന്നു. നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ വാഷിംഗ്ടണിലേക്ക് വീണ്ടും പറക്കുകയാണ്. അവിടെ വെച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കും. അപ്പോൾ സ്വാഭാവികമായും ഇസ്രായേലിന് അനുകൂലമായിട്ടായിരിക്കും ഈ ബോർഡ് ഓഫ് പീസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വിസിറ്റോട് കൂടി അത് പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ അറിയുന്നത്. ഇതോടുകൂടി തന്നെ അടുത്ത വർഷം തുടക്കത്തിൽ ഒരു സമാധാന സേന എന്ന പേരിൽ അന്താരാഷ്ട്ര സേനയും ഗസയിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അവിടെ തുടങ്ങുന്നു ഹമാസിന്റെ നിരായുധീകരണം എന്നാണ് ട്രംപ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സമാധാന പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഈ ഒരു സമിതി വരിക, അതിനുശേഷം ഒരു അന്താരാഷ്ട്ര സേന എങ്ങനെയായിരിക്കും ഇങ്ങോട്ട് എത്തുക എന്ന അടക്കമുള്ള നിർണായകമായ കാര്യങ്ങൾ ഇനി നടക്കാനിരിക്കുന്നു. ഈ വിഷയം, ഈ ഗസയിലെ വെടിനിർത്തൽ ഒരു നിർണായക ഘട്ടത്തിലാണ് എന്ന് ഖത്തർ പ്രധാനമന്ത്രിയും ഇപ്പോൾ പറയുകയാണ്. അപ്പോൾ ഈ ഒരു അടുത്ത ദിവസങ്ങൾ ഗസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.